സഹർത്തെ പന്നി മോൻ രോമാഞ്ചം കൊണ്ടിരിക്കും. ഒരു ശനിയാഴ്ച ദിവസം രാത്രി സമയം. പതിവ് പോലെ വരയ്ക്കാനിരുന്നെങ്കിലും എന്തോ ഒരു മൂടില്ല വരയ്ക്കാൻ. എങ്ങും നിശബ്ദത. ആ സമയത്തായിട്ട് ഒരു മെസ്സേജ് വന്നത്. എടുത്തു നോക്കിയപ്പോൾ ഒരുത്തൻ ഊട്ടിക്ക് പോകുന്നുണ്ട്, വരുന്നുണ്ടോ എന്ന് പറഞ്ഞ് ചോദിച്ച്. ഊട്ടി മാത്രം കണ്ടാൽ പോരാ, ഊട്ടിക്ക് അകത്ത് പോകണമെന്ന് പറഞ്ഞ് പ്ലേസും കാര്യങ്ങളൊക്കെ സെറ്റാക്കി. അതിനുശേഷം എൻ്റെ ഗാഡ്ജറ്റ്സും കാര്യങ്ങളൊക്കെ ചാർജിനിട്ട് ഒന്ന് ഉറങ്ങണം. ഉറങ്ങി 3 മണിയാകുമ്പോൾ ഇവിടുന്ന് ഇറങ്ങണം. ഇങ്ങനെ പുലർച്ചെ 3 മണി സമയം. ഒരു ആത്മാവിനെ പോലെ ഞാൻ വീട് വിട്ടിറങ്ങി. അങ്ങനെ വണ്ടിയൊക്കെ എടുത്ത് നമ്മൾ പുറത്തിറങ്ങിയിരിക്കുകയാണ് ഗൈസ്. നിലമ്പൂർ റൂട്ടാണ് പിടിക്കുന്നത്. എടവണ്ണ വെച്ച് മീറ്റ് ചെയ്തിട്ട് നമ്മൾ നിലമ്പൂർ വഴി പോവും. പോണ വഴിക്ക് നമ്മൾ വഴിക്കടവൊന്ന് ഇറങ്ങി ചായയൊക്കെ കുടിച്ച് നാടുകാണി ചുരം കയറണം. അപ്പോൾ നാടുകാണി ചുരമൊക്കെ കയറി നമ്മൾ മുകളിലെത്തി. ചുരത്തിൽ നിന്നുള്ള വീഡിയോ ഒന്നും എടുക്കാൻ പറ്റിയില്ല, കാരണം ക്യാമറ ബാഗിലായിരുന്നു. പിന്നെ വണ്ടി നിർത്താനും തോന്നിയില്ല, അത്രയ്ക്കും നല്ല ക്ലൈമറ്റ് ആയിരുന്നു വണ്ടി ഓടിക്കാൻ. അപ്പോൾ മുകളിലെത്തി നമ്മൾ അവിടുന്ന് സ്റ്റാർട്ട് ചെയ്യാണ്. ഞാൻ നോക്കിയത് സ്മോൾ എന്തേനു ഉണ്ട്. ഇത് സമയം 5:30 മണിയാണ് കേട്ടോ. നമ്മൾ ചുരക്ക് കയറി 5:30 മണി സമയത്ത് നമ്മളിപ്പോൾ പോകുന്ന കാഴ്ചയാണ് ഇപ്പോൾ കണ്ടുവന്നിരിക്കുന്നത്. ഇപ്പോൾ വെളിച്ചം വന്ന് തുടങ്ങിയിട്ടുണ്ട്. കൊടട്ടി അങ്ങനെ നാടുകാണി ചെക്ക് പോസ്റ്റും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് നമ്മൾ ഗൂഡല്ലൂർ എത്തിയിരിക്കുകയാണ് ഗൈസ്. ഗൂഡല്ലൂരിന് ജംഗ്ഷനിൽ നിന്ന് നമ്മൾ റൈറ്റ് എടുത്തിട്ടാണ് ഊട്ടിയിലേക്കുള്ള റോഡ് വരുന്നത്. പിന്നെ അവിടുന്ന് കുറച്ചുകൂടെ മുന്നോട്ട് പോയി കഴിഞ്ഞാൽ ചെക്ക് പോസ്റ്റ് വരുന്നുണ്ട്. ചെക്ക് പോസ്റ്റിൽ എത്തുന്നത് നമ്മൾ പ്രത്യേകിച്ച് ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണെന്ന് പറഞ്ഞാൽ, ഇപ്പോൾ പാസും കാര്യങ്ങളൊക്കെ നിർബന്ധമാക്കിയിട്ടുണ്ട്. ഒരു 5 മിനിറ്റിൻ്റെ കാര്യമുള്ളൂ. അപ്പോൾ സൈറ്റിൽ പോയി ലോഗിൻ ചെയ്ത് നമ്മളെ ഫോൺ നമ്പറും കാര്യങ്ങളൊക്കെ കൊടുത്താൽ പാസ് കിട്ടുന്നതാണ്. അപ്പോൾ ഓൾറെഡി ഞാൻ നേരത്തെ എടുത്തു വെച്ചതിനെ കൊണ്ട് എനിക്ക് കുഴപ്പമൊന്നുമില്ല. നമ്മൾ ഈ തമിഴ്നാട്ടിലൊക്കെ കയറി കഴിഞ്ഞാൽ ഓരോ മുക്കിലും മൂലയിലും ചെറിയ ചെറിയ അമ്പലങ്ങളുണ്ടാവും. ഒരു വല്ലാത്തൊരു ഫീലാണത്. കാരണം ആ അമ്പലത്തിൽ കത്തിക്കുന്ന ചന്ദനത്തിരിയുടെ മണമൊക്കെ ഒരു പ്രത്യേക ഫീലാണ്. അത് അനുഭവിച്ച് തന്നെ അറിയണം. അങ്ങനെ നമ്മൾ ട്രീ ഫോറസ്റ്റിൻ്റെ നടുവിൽ എത്തിയിരിക്കുകയാണ് ഗൈസ്. പടുകൂറ്റൻ മരങ്ങൾക്കിടയിലൂടെ വണ്ടി പിടിച്ചുകൊണ്ടിരിക്കുകയാണ്. റോഡൊക്കെ കുറച്ച് മോശമാണെങ്കിലും കുഴപ്പമില്ല. കുറച്ച് നേരം വണ്ടി ഒന്ന് സൈഡാക്കി റെസ്റ്റ് എടുത്തതിന് ശേഷം നമ്മൾ വീണ്ടും ചുരം കയറാൻ തുടങ്ങി. അങ്ങനെ 7 മണിയോട് കൂടി നമ്മൾ ചുരത്തിന് മുകളിലുള്ള ഈ വ്യൂ പോയിന്റിലാണ് ഇപ്പോൾ നിൽക്കുന്നത്. നല്ല പ്രകൃതി ഭംഗി ആസ്വദിക്കുകയാണ്. ഇവനാണ് എൻ്റെ റൈഡിങ് പാർട്ണർ ഷിനോയ്. നമ്മൾ കണ്ടുമുട്ടിയതൊക്കെ യാദൃശ്ചികമായിട്ടായിരുന്നു. അതിനെപ്പറ്റിയുള്ള കാര്യങ്ങളൊക്കെ ഞാൻ പറഞ്ഞുതരാം. അപ്പം നമ്മൾ പറഞ്ഞു വരുന്നത് ഷിനോയിനെ പരിചയപ്പെട്ടതായിരുന്നു. വളാഞ്ചേരിയിൽ വെച്ചിട്ട് എൻ്റെ ജോലിയുടെ ഭാഗമായിട്ട് അവിടുന്ന് കണ്ടുമുട്ടിയതാണ്. അപ്പോൾ അവിടുന്ന് നമ്പറും കാര്യങ്ങളൊക്കെ വാങ്ങി ഒരു ദിവസം എൻ്റെ സ്റ്റാറ്റസ് കണ്ടിട്ട് ബ്രോ എനിക്കും സെയിം ജാക്കറ്റ് ഉണ്ട് എന്ന് പറഞ്ഞ് അപ്പോൾ നമുക്കൊരു ട്രിപ്പ് പോയാലോ എന്നൊക്കെ ചോദിച്ച് അന്ന് മുതൽ തുടങ്ങിയതാണ്.
നമ്മൾ ആദ്യമായിട്ട് പോയത് വാൽപ്പാറൈ എന്ന സ്ഥലത്തായിരുന്നു. പിന്നെ അതിനുശേഷം ഇപ്പോൾ രണ്ടാമത്തെ കാഴ്ചയാണ് ഇപ്പോൾ കിന്നക്കോലയിലേക്കുള്ള ഒരു യാത്ര. അങ്ങനെ വിശന്നപ്പോൾ ഒരു തട്ടുകട കണ്ടിട്ട് അവിടെ സൈഡാക്കി. നല്ലൊരു അറ്റ്മോസ്ഫിയർ ആയിരുന്നു ചായ കുടിക്കാനൊക്കെ. അപ്പോൾ നമ്മൾ ആസ്വദിച്ച് ചായയൊക്കെ കുടിച്ച് പിന്നെ നല്ലൊരു ചൂട് മാഗിയൊക്കെ എന്ന് പറഞ്ഞാൽ ഒരു 2 മിനിറ്റ് മാക്സിമം ഈ ചൂട് നിൽക്കുള്ളൂ, കാരണം നല്ല തണുപ്പുണ്ട് കേട്ടോ. കാര്യമായിട്ട് എന്തൊക്കെയോ പറയുന്നുണ്ട്, ഒന്നും കിട്ടുന്നില്ല, കാരണം നമ്മുടെ മൈക്ക് കട്ടായിരുന്നു. ഞാൻ ആ സമയത്ത് പറഞ്ഞുകൊണ്ടിരുന്ന കാര്യം എന്താണെന്ന് വെച്ചാൽ നല്ല പിൻ പോയിന്റ് സൈലൻ്റ് ആയിരുന്നു. കാരണം വണ്ടികളുടെ സൗണ്ട് മാത്രം, 1-2 വണ്ടി പാസ് ചെയ്ത് പോകുന്ന സൗണ്ടുകൾ മാത്രമേ നമുക്ക് ഉണ്ടായിരുന്നുള്ളൂ. ട്രാഫിക് ബ്ലോക്കിൻ്റെ സൗണ്ടോ മറ്റു കാര്യങ്ങളൊന്നും ഇല്ലാണ്ട് ശാന്തമായൊരു അന്തരീക്ഷം. തമിഴ്നാട് സഹർത്തെ പന്നി മോന്റെ തിരുവഞ്ചൂർ വായിക്കുമല്ലോ. അങ്ങനെ ബോർഡൊക്കെ വായിച്ച് രോമാഞ്ചം കൊണ്ടിരിക്കുക ബാക്കിലൊരു കാറുകാരൻ വന്ന് സഡൻ ബ്രേക്ക് ഇട്ടു. ചെറുതായിട്ടൊന്ന് പേടിച്ചു പോയി, കാരണം പോത്തിനെ ഇടിച്ചെന്നുള്ളൊരു ഇതുണ്ടായിരുന്നു. അതിനുശേഷം പോത്തിൻ്റെ അടുത്ത് കാര്യങ്ങളൊക്കെ തിരക്കി നമ്മൾ തിരിച്ചു വന്നത് വീണ്ടും യാത്രയായി. ഇതിപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത് ഊട്ടിയിലെ ഉൾനാട്ടിൻ്റെ ഉള്ളിൽ കൂടിയാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. ഇതിലൂടെയാണ് നമ്മൾ കിന്നക്കോലയിലേക്കുള്ള വഴി. ഊട്ടിയിൽ നിന്ന് കിന്നക്കോലയിലേക്ക് ഏകദേശം 52 കിലോമീറ്റർ ഉണ്ട് കേട്ടോ. അപ്പോൾ ഇവിടെ എന്തൊക്കെയോ പരിപാടി നടന്നുകൊണ്ടിരിക്കുകയാണ്. അതിൻ്റെ ഇടയിൽ കൂടെ പോകാൻ പോലീസുകാരൊക്കെ ഉണ്ട്. കുറേ നേരം ഫ്രണ്ട് വ്യൂ മാത്രം കാണിച്ചുകൊണ്ടാണ് ഇപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത്. നമ്മൾ ഫ്രണ്ട് വ്യൂ ഉള്ള കാഴ്ചകളൊക്കെ കണ്ട് അപ്പോൾ വണ്ടി ഓടിക്കുന്ന നമ്മുടെ ഒരു മൊമെൻ്റ് ക്യാപ്ചർ ചെയ്യാൻ വേണ്ടിയിട്ട് Insta360 X3 നമ്മൾ സ്റ്റിക്ക് ഉപയോഗിച്ച് സെറ്റ് ചെയ്ത് വെച്ചിരിക്കുകയാണെങ്കിൽ ഇതിൻ്റെ അകത്തുള്ള കുറച്ച് വ്യൂസ് കാണാം. സോ ഇനി ഇത് ഫസ്റ്റ് പാർട്ട് ഇത്രയാണുള്ളത്. നമ്മൾ വണ്ടിയൊക്കെ വെച്ച് കുറച്ച് റിലാക്സ് ആവുകയാണ്. ഇനി സെക്കൻഡ് പാർട്ടുമായിട്ട് നെക്സ്റ്റ് വീഡിയോയിൽ കാണാം.